ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നീനു എന്നാണ് കേട്ടോ. ഞാനൊരു ഹൗസ് വൈഫാണ്. ഞാൻ എൻ്റെ ഒരു യൂട്യൂബിൽ ഉള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ നവംബറിലാണ് ഞാൻ വീഡിയോ ആദ്യമായിട്ട് ഇട്ടത്. എന്താ പറയുക, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കുറേ ആലോചിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കണ്ടീഷനിൽ വെച്ചിട്ട് നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനോ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല. കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടികളാണ്. അപ്പം എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണം, അങ്ങനെ ഒരു ഏണിങ്സ് സ്വന്തമായിട്ട് കയ്യിലുണ്ടാവണം എന്ന് അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. പക്ഷേ ചാനൽ തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നമ്മളങ്ങനെ പെട്ടെന്ന് വിചാരിച്ച് അങ്ങനെയല്ല, കുറച്ച് ആലോചിച്ച് അതുകൊണ്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചാനൽ റീച്ച് ആവില്ല. പിന്നെന്താ, അതുപോലെ തന്നെ ഇങ്ങനെ ഈ കയറി നിൽക്കുന്ന ചാനലൊക്കെ അവരെത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പം ഒരു ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആണെങ്കിൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് ചിലപ്പോൾ എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല വെച്ചാൽ ഒന്നെങ്കിൽ മക്കൾ ഇങ്ങനെ പുറകെ നടക്കുമ്പം അവരോരോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം റെക്കോർഡ് ചെയ്യാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ അപ്പം ഞാൻ മ്യൂസിക് ഇട്ട് എന്തെങ്കിലും ഓഡിയോ ഇട്ട് ചെയ്യാറാണ് അധികവും. പിന്നെ എഡിറ്റ് ചെയ്യുക. പിന്നെ ഇനി ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാൽ തന്നെ അതിന് തീരെ വ്യൂസ് ഇല്ല. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ 2.4K സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് തന്നെ ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടാൽ 10 50 ഇനി മാക്സിമം 100 150 അത്രയും വ്യൂസാണ് എനിക്ക് വരുന്നത്. ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് സബ് ചെയ്യണം നമ്മുടെ ഫ്രണ്ട്സിനോട് ഫാമിലിനോടും ഒക്കെ പറയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ താഴെ വന്നിട്ട് സബ് ചെയ്യാം, തിരിച്ച് വരണം, 24 മണിക്കൂർ കഴിഞ്ഞ് വരണം എന്നൊക്കെ ഒരുപാട് പേര് വന്ന് പറയും. അപ്പം ഞാനും സബ് ചെയ്യും, തിരിച്ച് സബ് ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പം ഞാനൊരു ലോങ് വീഡിയോ ഇട്ടാൽ അതിന് വ്യൂസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ എനിക്ക് വാച്ച് അവർ എന്ന് പറയുന്നത് 350 ആണ് എനിക്ക് ആകെ ഉണ്ടായിരുന്ന വാച്ച് അവർ. ഇപ്പം ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇപ്പം 320 അങ്ങനെ കുറഞ്ഞു വരികയാണ്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, ഇത്രയും ആയില്ലേ, ഏണിങ്സൊക്കെ കിട്ടാൻ തുടങ്ങി. എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചാനൽ തുടങ്ങി എല്ലാവരും സബ് ചെയ്യണമെന്ന് പറഞ്ഞ് അയ്യോ ഇപ്പം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലായി. കാരണം നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും, ഓ യൂട്യൂബർ വരുന്നുണ്ട്, എന്താ ചാനലിന് പൈസയൊക്കെ വരാൻ തുടങ്ങി, വലിയ ആളായിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ നമ്മുടെ അവസ്ഥ, നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ഇടുന്നതും തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നതും, എന്നിട്ട് നമ്മൾ ചാനൽ തീരെ അങ്ങോട്ട് റീച്ച് ആവാണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ അത്രയും ഭയങ്കര ഒരു വിഷമത്തിലിരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുത്ത് ചാടി പെട്ടെന്ന് അങ്ങ് ചാനൽ വലുതാവുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ കുറേ ആഗ്രഹിച്ചൊക്കെയാണ് ചാനൽ തുടങ്ങിയതെങ്കിലും റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ എനിക്ക് കഴിയാറില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഞാൻ പറ്റും പോലെയൊക്കെ ക്രാഫ്റ്റ് ആണെങ്കിലും കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ വ്യൂസ് ഇങ്ങനെ കുറഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. എന്നാലും ഞാനിങ്ങനെ എന്തെങ്കിലുമായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ഷോർട്സൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ചാനലും വ്യൂസ് കൂടും, എങ്ങനെയെങ്കിലും റീച്ച് ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒക്കെ ഞാനിങ്ങനെ വിചാരിക്കും, നമ്മളെക്കാളും ഒരു ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത വീഡിയോസൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊന്നും കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കാണെങ്കിൽ തീരെ ലക്കില്ലാത്ത ഒരാളാണ്. കാരണം എന്തൊരു കാര്യത്തിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ എന്തെന്നെ വിചാരിച്ചാലും അതിൻ്റെ ഓപ്പോസിറ്റ് മാത്രമേ നടന്നിട്ടുള്ളൂ.
ഇപ്പം ഞാൻ എന്താ അത് എന്തൊരു കാര്യം തന്നെയാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ചാനൽ കയറൂലെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് സബ്ബൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് കയറുമായിരിക്കുമെന്ന്. പക്ഷേ ഒരു പ്രതീക്ഷ തന്നിട്ടും പിന്നെ എനിക്കിപ്പോൾ മനസ്സിലായി ആ പ്രതീക്ഷ വെറും പ്രതീക്ഷ മാത്രമായിരുന്നു. ഇപ്പോൾ ചാനൽ പൊട്ടിപ്പൊളിഞ്ഞോണ്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടോ. പിന്നെന്താ, അപ്പോൾ ഇനി ചാനൽ തുടങ്ങിയ പുതിയ യൂട്യൂബേഴ്സിനോടാണ് കേട്ടോ നമ്മളൊരിക്കലും എന്താ ഇതുപോലെ സബ്സ്ക്രൈബേഴ്സിനെ വെറുതെ കൂട്ടാതെ, സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പർ കൂടിയിട്ട് ഒരു കാര്യമില്ല. കാരണം സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പർ ഇങ്ങനെ കൂടി നിർത്തിയിട്ട് അവർ നമ്മളെ ലോങ് വീഡിയോ കാണുകയോ എന്താ അങ്ങനെ അവർ നമ്മളെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം. എന്നാലേ നമുക്കൊരു ലോങ് വീഡിയോയ്ക്കൊക്കെ ഒരു വ്യൂസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുമാതിരി സബ് കൂട്ടിയിട്ട് ഒരു കാര്യവും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത്രയൊക്കെ പറയാനേ അറിയുള്ളൂ. ഒന്നാമത് എനിക്കങ്ങനെ ഒരുപാടായിട്ട് എന്തിനെങ്കിലും കുറിച്ച് ഒരുപാട് സംസാരിക്കാനും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഓൺ വോയിസ് കൊടുത്തിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തതും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മക്കൾ ഓരോ കാര്യം, പിന്നെ വീട്ടിലെന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വർക്ക് എന്തായാലും എല്ലാവരും ഒന്ന് ഫുള്ള് കാണുക കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.